ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ കഥയാണ് കേട്ടോ. അപ്പം കഥയ്ക്ക് അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. എല്ലാവരും കഥ കേൾക്കുക, അഭിപ്രായം പറയുക. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഒരു കുട്ടപ്പയ്ക്ക് ശേഷം ഞാൻ ചുരിദാറിട്ട് റൂമിലിങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഭർത്താവ് അകത്തേക്ക് കയറി വരുന്നത്. എന്താണ് സീമേ, ഇങ്ങോട്ട് വന്നു കയറിയ സമയത്ത് തന്നെ നല്ല സ്മെല്ലടിക്കുന്നുണ്ടല്ലോ. എന്താണ്, നീ പെർഫ്യൂം കുളിച്ചിട്ട് നിൽക്കുകയാണോ? ഓ പിന്നെ, ഇത് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്ന കൂറ സ്പ്രേ ഒന്നുമല്ല. അപ്പുറത്തെ ആ ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നതാ. അപ്പുറത്തെ ഗിരിജ ചേച്ചിയുടെ ഭർത്താവിനെ നിങ്ങളൊന്ന് കണ്ടുപഠിക്കണം. അങ്ങേര് എന്തൊക്കെയാണ് അയാളുടെ ഭാര്യയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത്. അയാളെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതിനകത്ത് ബാക്കി വന്ന സാധനം ഇപ്പൊ എനിക്ക് എടുത്ത് തന്നതാ. നിങ്ങളെപ്പോലെ ഒരു കെട്ടിയനുണ്ടായിട്ട് ഇതിനൊന്നും ഒരു കാര്യമില്ല. അപ്പുറത്ത് അയാളെ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. അയാളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചോടെ എൻ്റെ മനുഷ്യ. ഞാനത് പറയുന്ന സമയത്ത് ഭർത്താവ് തല കുനിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോയി. എനിക്കത് കണ്ടപ്പോൾ പുച്ഛം തോന്നി. കാരണം അങ്ങയുടെ പ്രവൃത്തിയെല്ലാം അങ്ങനെ തന്നെയാണ്. ആ ഒരു സമയത്തായിരുന്നു വീട്ടിലെ മുറിയിലെ ജനാലയിൽ കൂടി ഞാൻ പുറത്തേക്ക് നോക്കിയത്. അപ്പോഴും തൊട്ടപ്പുറത്തെ വീട്ടിലെ ഗിരിജ ചേച്ചിയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. ആ ഒരു കാഴ്ച കണ്ട സമയത്ത് എനിക്ക് ശരിക്കും അസൂയ തോന്നി. കാരണം അവർക്ക് കിട്ടുന്ന പോലെ ലൈഫോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടുന്നില്ലോ എന്നൊരു പരിഭ്രമവും കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ആ സമയം ഒരു കുറ്റബോധത്തോടെ, ഒരു വിഷമത്തോടെ അടുക്കളയിലേക്ക് ചെന്നു. പെട്ടെന്നായിരുന്നു ഭർത്താവ് അടുക്കളയിലേക്ക് കയറി വന്നത്. ഇതെന്താണ് ഗിരിച്ചേ, രാവിലെ തന്നെ നീ ഈ സാരിയൊക്കെ എടുത്തിട്ടാണോ അടുക്കളയിലേക്ക് കയറുന്നേ? വല്ല മാക്സിയിട്ടുണ്ട് കയറിയാൽ പോരായിരുന്നു എൻ്റെ പെണ്ണെ. ഇതൊക്കെ എടുത്തിട്ടാണോ നീ ഈ കറിയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് എന്ന് ഭർത്താവ് ചോദിക്കുന്ന സമയത്ത് എനിക്ക് നല്ല പുച്ഛം തോന്നി. എൻ്റെ മനുഷ്യ, നിങ്ങൾ ആ ഗിരിജയൊന്ന് നോക്കിയേ. അവൾ എന്തൊക്കെ സാരിയും കാര്യങ്ങളും എടുത്തോണ്ട് നിൽക്കുന്നത്. ഓരോ ദിവസവും ഓരോ സാരിയാണ്. എനിക്ക് പോലും ഇല്ല ഇത്രയും സാരിയും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആ മനുഷ്യനെ ഒന്ന് കണ്ടുപഠിക്കുക. ഞാനത് പറയുമ്പോൾ ഭർത്താവ് എന്തൊക്കെയോ പെറുപെറുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ ഒരു സമയത്തായിരുന്നു അടുക്കളയിലെ ലൈറ്റ് കേടായത്. കാരണം പെട്ടെന്ന് തന്നെ ലൈറ്റ് അങ്ങ് അടിച്ചു പോവുകയും ചെയ്തു. ഒരു ട്യൂബ് ലൈറ്റ് ആയിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ പുറത്തേക്ക് പോയ ഭർത്താവിനെ നോക്കിയത്. അങ്ങേര് അപ്പോഴത്തേക്കും ജംഗ്ഷനിലെത്തിയിരുന്നു. എനിക്ക് വിളിച്ചിട്ടും വിളി കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ മറ്റൊരു രക്ഷയില്ലല്ലോ, വേറെ ആരെങ്കിലും വിളിച്ച് ആ ഒരു ലൈറ്റ് ശരിയാക്കാതെ മറ്റൊരു രക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയത്തായിരുന്നു പുറത്ത് ഗിരിജയെ കണ്ടത്. ഗിരിജ ചേച്ചി, ചേച്ചി ഇവിടുത്തെ ലൈറ്റ് കേടായി. അത് ട്യൂബ് ലൈറ്റ് ആയിരുന്നു. അതില്ലാതെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. ലൈറ്റില്ലാതെ കണ്ണും മൂക്കൊന്നും പിടിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി? ഇതിപ്പം ആരെയൊന്ന് വിളിച്ച് ശരിയാക്കുക? ഇവിടെ ചേച്ചിക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? എന്താ ഇപ്പം ചെയ്യാൻ ചേച്ചി? ഞാൻ ആകെ പെട്ടിരിക്കുകയാണ്. അത് പറയുന്ന കേട്ടതും ഗിരിജ ചേച്ചി ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. അതൊന്നും പേടിക്കണ്ട എൻ്റെ സീമേ. ഇവിടുത്തെ എൻ്റെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ എല്ലാ വർക്കും അറിയാം. ആള് നല്ലൊരു ഇലക്ട്രീഷ്യനാണ്. പിന്നെ എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മേശിരിപ്പണിക്കും പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ താൻ ആലോചിച്ച് പേടിക്കുന്നു വേണ്ട. ഞാൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞിട്ടോളാം. ആളൊന്ന് ചെയ്തോളൂ കേട്ടോ. അപ്പം ടെൻഷൻ ഒന്നും അടിക്കണ്ട. അപ്പം ആള് വരും കേട്ടോ എന്ന് ഗിരിജ ചേച്ചി എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. ശരിയും ആ ഒരു സമയത്തായിരുന്നു ഗിരിജ ചേച്ചിയുടെ ഒരു ഹെൽപ്പ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റാരുമില്ല, ഭർത്താവ് പോലുമില്ല ഈ ഒരു സമയത്ത്. അപ്പോൾ എനിക്ക് നല്ല തുണയായിട്ട് വന്നത് ഗിരിജ ചേച്ചിയായിരുന്നു. ഗിരിജ ചേച്ചി പറഞ്ഞതുപോലെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആളിങ്ങെത്തി. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു വെപ്രാളമായിരുന്നു. കാരണം നമ്മളുടെയൊക്കെ ഒരു റോൾ മോഡലായിട്ടുള്ളൊരു മനുഷ്യനല്ലേ ഇത്. അപ്പോൾ എനിക്ക് എന്തൊക്കെ തോന്നി, ആൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണോ, അതോ ഞാൻ ഇട്ടിരിക്കുന്ന വേഷം എനിക്ക് കൊള്ളില്ലേ എന്നൊക്കെയുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ശരിക്കും ഞാനൊരു പൊട്ടിപ്പെണ്ണാണെന്ന് എനിക്ക് തന്നെ തോന്നി. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെയാണ് ബൾബ് പീസായത്? ഞാൻ ആ സമയത്ത് എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ പരിഭ്രമിച്ചിരുന്നു. പെട്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു, ദേ അവിടെയാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് അയാൾ എന്നെ ഒന്ന് നോക്കി. ഞാൻ അയാളെയും
കാരണം ആ സമയത്ത് എനിക്ക് തോന്നിയ വിറയലും വെപ്രാളവും എല്ലാം കണ്ടിട്ട് അയാൾ എന്നെ ഒന്ന് തുറച്ചു നോക്കി. എന്താ, എന്തു പറ്റി ഇങ്ങനെ പേടിച്ചു വിടുന്ന കണക്ക്? ആ നിമിഷം തന്നെ ഞാൻ തിരിച്ചു പറഞ്ഞു, ഒന്നുമില്ല. ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ആ ഒരു വെപ്രാളത്തില് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അതിനെന്താ, ഇങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്നോളാം, അതിനകത്തൊന്നും വിഷമിക്കേണ്ടതും വേണ്ട എന്ന് അയാൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. ശേഷം അയാൾ എന്നോട് ചോദിച്ചു, ഒരു കസേര കിട്ടുമോ? അതിൻ്റെ മുകളിൽ കയറി എന്നാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നേരെ ഹോളിലേക്ക് ഓടിക്കഴിഞ്ഞ ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കസേര എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് അയാളുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്തു. അപ്പൊ പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, എനിക്കിങ്ങനെ ബാലൻസ് ചെയ്യാനൊന്നും പറ്റില്ല, ഒന്ന് പിടിച്ചു തരണം കേട്ടോ, കസേരയിലൊന്ന് പിടിച്ചാൽ മതി, ഞാൻ അതിനകത്ത് കയറിയിട്ട് അത് മാറിയിട്ടോളാം എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനൊരു പുഞ്ചിരിയോടെ അത് കേട്ടു. ഗിരിജ ചേച്ചിയുടെ ഭർത്താവ് അത് പറയുന്നതല്ലേ, അപ്പോ ഒരു പുഞ്ചിരിയോടെ കേൾക്കാനാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പൊ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നി. ഞാൻ അയാളോട് ചോദിച്ചു, പെട്ടെന്ന് ഇപ്പം തന്നെ ചെയ്യുന്നുണ്ടോ അതോ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെ ചെയ്താൽ മതി, എനിക്കധികം ധൃതിയൊന്നുമില്ല എന്ന് ഞാൻ അടുത്ത് പറഞ്ഞു. അപ്പോൾ അയാളും അതൊന്ന് മൂളി കേട്ട് അയാളൊരു സൈഡിലായിട്ട് മാറിയിരുന്നു. ആ ടൈമില് ഞാൻ അകത്തേക്ക് ഓടി. ചെറിയൊരു പാല് ഞാനെടുത്ത് തിളപ്പിച്ചു. അത് കാച്ചിയതിന് ശേഷം അയാൾക്ക് ഞാൻ ഒഴിച്ച് ഒരു ഗ്ലാസ്സിലാക്കി കൊണ്ട് കൊടുത്തു. പെട്ടെന്ന് അയാൾ ചോദിച്ചു, ഇതെന്താ പാലൊക്കെ, ഇതൊക്കെ വേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പെട്ടെന്ന് ഞാനൊരു കൗതുകത്തോടെ പറഞ്ഞു, അല്ല, ആദ്യമായിട്ട് വരുന്നല്ലേ ഇവിടെ, അപ്പോ എന്തെങ്കിലും തരണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പാലെടുത്തോണ്ട് വന്നത് എന്ന് ഞാൻ അയാളോട് മറുപടി പറഞ്ഞു. പെട്ടെന്ന് ഒരു ചോദിച്ചു, ഏത് പെർഫ്യൂമായിരിക്കുന്നത്, താൻ അടിപൊളിയാണല്ലോ, ഇത് ഞാൻ പെർഫ്യൂം അല്ലേ? അപ്പം അത് കേട്ടപ്പോ എനിക്ക് നന്നായിട്ട് സൂചിച്ചു. ഇതിന്റെ മണം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരാളങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നി, എനിക്ക് ഗിരിജ ചേച്ചി എനിക്ക് തന്നതാണ് ഈ ഒരു പെർഫ്യൂം. പിന്നെ അപ്പം എനിക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി എന്ന് ഞാനിങ്ങനെ മറുപടി പറഞ്ഞു. അത് ഞാൻ പറയുന്ന സമയത്ത് അയാളൊന്ന് ശ്വാസം എടുത്തു. ആ ശ്വാസം എടുത്ത സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി, ആ ഒരു മണം അയാൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട മണം തന്നെയാണ്. ആ മണം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ ശ്വാസം എടുത്തത്. അപ്പൊ തന്നെ ഞാൻ അയാളെ നോക്കി, അയാൾ എന്നെയും. സീമയ്ക്കറിയോ എനിക്ക് എന്തുമാത്രം ഇഷ്ടമുള്ള ഒരു മണമാണെന്ന്? പണ്ട് കല്യാണത്തിന് മുമ്പാണെങ്കിൽ ശരി തന്നെ എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തത് ഈ ഒരു പെർഫ്യൂം ആയിരുന്നു കേട്ടോ. അപ്പോ ആൾക്കും അതൊരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു. അന്ന് തൊട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മണം കേട്ട് കഴിഞ്ഞാല് അവളെ ഓർമ്മ വരും. ഇപ്പോ സീമ അത് അടിച്ചിട്ട് നിൽക്കുന്ന സമയത്തും എനിക്ക് അവളെ തന്നെയാണ് ഓർമ്മ വരുന്നത്. എന്തോ ഞങ്ങളുടെ മൊമെന്റ്സ് ഒക്കെ അത് അതൊരിക്കലും പറയാൻ പറ്റില്ല സീമയ്ക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. സീമ ഇപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ഒരാളെടുത്ത് ആ ഒരു പ്രണയത്തെ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ സീമയ്ക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലേ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. അത് ചേട്ടാ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ അസൂയ തോന്നാറുണ്ട്. ശരിക്കും നിങ്ങൾ നല്ല കോംബോ ആണ് കേട്ടോ. അതൊക്കെ ഞാൻ അയാളുടെ അടുത്ത് പറയുന്ന സമയത്ത് അയാൾ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇതൊക്കെ സീമ വെറുതെ പൊട്ട ചിന്താഗതികളാണ് കേട്ടോ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് എല്ലാ ജീവിതവും പോകുന്നത്, അല്ലാതെ എല്ലാരും അത്ര വലിയ ഇതൊന്നും അല്ല കേട്ടോ. ഇപ്പോ ഞാനും ആളും തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രം, അല്ലാതെ ഞങ്ങൾക്കിടയിൽ അത്ര ഡീപ്പായിട്ടൊന്നും തന്നെ ഇല്ല. അത്രയ്ക്ക് ആഴമായിട്ടുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കാണില്ല സീമ. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് തന്നെ. ഇപ്പം സീമയെ തന്നെ കണ്ടോ, സീമയും ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് എനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെയല്ലേ സീമ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. അയാളത് ചോദിക്കുന്ന സമയത്ത് ഞാനും ഒന്ന് മൂളി കേട്ടു. ശരിയാണ് അയാൾ പറഞ്ഞത്, ഞാനും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്.
അയാൾക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി, ആ അയാൾ പറയുന്നതിന് കാര്യമുണ്ട്. അയാൾ ആ ചൂട് പാല് പെട്ടെന്ന് തന്നെ കുടിച്ചു കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ആ ഒരു ബൾബ് മാറ്റിയിടൽ ആ ഒരു പ്രക്രിയ തന്നെയായിരുന്നു. ആ സമയത്ത് ഞാനും കൂടെ ചെല്ലണമെന്ന് അയാൾ നിർബന്ധിച്ചായിരുന്നു. അപ്പൊ തന്നെ ഞാനൊന്ന് കുഴഞ്ഞു പോയി. മറ്റൊന്നും ആയിരുന്നില്ല, അങ്ങനെയൊന്നും ഞാനങ്ങനെ നിന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആരായാലും പേടിച്ചു പോവല്ലോ. അങ്ങനെ ഞാൻ അയാളുടെ കൂടെ അടുക്കളയിലേക്ക് പോയി. പോയ സമയത്താണെന്നുണ്ടെങ്കിൽ മൊത്തം ഇരുട്ടായിരുന്നു. ആ ടൈമില് നേരെ ഒരു ചെയർ എടുത്തു വെച്ചിട്ട് ആള് ആ ഒരു ചെയറിൽ ചവിട്ടി മുകളിൽ കയറി. ആ സമയത്താണ് ഞാൻ ആ ഒരു കസേരയില് പതുക്കെ പിടിച്ചിങ്ങനെ നിന്നു. ആള് വീണ് കഴിഞ്ഞാൽ പണിയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഞാനങ്ങനെ പിടിച്ചു നിന്നു. അടുക്കള മുഴുവൻ ഇരുട്ടായത് കൊണ്ട് തന്നെ അവിടെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ഏരിയയിൽ തന്നെ നിന്നു. അങ്ങനെ ആ ഒരു സമയത്തായിരുന്നു ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, നല്ല മുറുക്കി പിടിച്ചോണേ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീണ് പോകെ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനൊരു പുഞ്ചിരി ചിരിച്ചു. ആ ടൈമില് ആളുടെ സംസാരവും ആ ഒരു പേടിയൊക്കെ കണ്ട സമയത്ത് എനിക്കൊന്ന് ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ. അങ്ങനെ കുറേ സമയത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വെട്ടം ഹോളിൽ നിന്ന് അടുക്കളയിൽ നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വെട്ടത്തിലായിരുന്നു നിന്ന് പോയത്. പെട്ടെന്ന് മഴ പെയ്തു. മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. പെയ്ത് തുടങ്ങിയ സമയത്താണെന്നുണ്ടെങ്കിൽ നിർത്താതെ മഴ. മഴയുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, മഴ പെയ്ത് കഴിഞ്ഞ പിന്നെ കറണ്ട് കാര്യം പോക്കാണ്. അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഒരു മഴ പെയ്ത സമയത്ത് തന്നെ കറണ്ട് അങ്ങ് പോയി. ഹോളിൽ നിന്നുള്ള വെട്ടവും കാര്യങ്ങളും എല്ലാം നിന്നു. ആ സമയത്ത് ഞാൻ നന്നായിട്ട് പേടിച്ചു. കാരണം റൂമും അടുക്കളയും എല്ലാം നല്ല ഇരുട്ടാണ്. പിന്നെ അടുക്കളയിലൊരു കതവുണ്ട്, അതെപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുക്കള വശം നല്ല ഇരുട്ടായിരുന്നു. ഇരുട്ട് സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും ആ ഒരു മനുഷ്യനും മാത്രമേ അവിടെ ഉള്ളൂ. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും കാണുന്നുണ്ടോ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ ഈ ബൾബിടുന്നത് എവിടെയാണെന്ന് പോലും എനിക്കൊരു പിടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ലൈറ്റെല്ലാം ഓഫാണ് ചേട്ടാ, കുഴപ്പമൊന്നുമില്ല, നോക്കിയിട്ടാൽ മതി, ഒരു സ്പേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആൾ ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ പെട്ടെന്ന് ആ ബൾബ് ഇട്ടു. ആ ഒരു ഇരുട്ട് സമയത്തായാലും ശരി തന്നെ പെട്ടെന്ന് തന്നെ ലൈറ്റ് വന്നു. മറ്റൊന്നും ആയിരുന്നില്ല, ഇട്ട സമയത്ത് തന്നെ കരണ്ട് വന്നായിരുന്നു. ആ ടൈമിൽ ഹോളിൽ നിന്നുള്ള ലൈറ്റ്, അതിനുശേഷം ഞാൻ പതുക്കെ അടുക്കളയിൽ ലൈറ്റ് ഇട്ടു. അപ്പൊ തന്നെ അവിടെ ആ ഒരു അടുക്കള മുഴുവൻ നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു മനുഷ്യനോട് ഞാൻ താങ്ക്സ് പറഞ്ഞു. താങ്ക്സ് ചേട്ടാ, ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കാര്യം മൊത്തം പോക്കായിരുന്നു എന്നെല്ലാം ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. പറഞ്ഞ സമയത്ത് ചേട്ടനോട് ചോദിച്ചു, ഇരുട്ടത്താണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഇടാൻ ചേട്ടൻ നന്നായിട്ട് അറിയാലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ആ ഒരു സമയം ചേട്ടൻ പോകാനായിട്ട് ഇറങ്ങിയ സമയത്ത് അവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും പോക്കം നടക്കത്തില്ല എന്നുള്ള കാര്യം നല്ല കാര്യമായിട്ട് എനിക്കറിയായിരുന്നു. അത് മറ്റൊന്നുമല്ല, അവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കോടയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പുള്ളി അവിടെ തന്നെ അങ്ങ് തമ്പടിച്ചിട്ടോ. പെട്ടെന്ന് പുള്ളി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സമയം കണ്ട് ഞാനും അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. മറ്റൊന്നും ആയിരുന്നില്ല, എന്താണ് നോക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ ചെന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ആള് മഴ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഞാനും അയാളോട് പറഞ്ഞു, അയ്യോ ചേട്ടാ, മഴയാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആളുടെ ചോദിച്ചു. അപ്പം ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, മഴ തോന്നിട്ടേ പോക്ക് നടക്കത്തുള്ളൂ. ഇപ്പം ആരെങ്കിലും ഇങ്ങോട്ടൊക്കെ വരുമോ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ആരും വരില്ല, മഴയല്ലേ, മീൻസ് അത്യാവശ്യം ദൂരവും കാര്യങ്ങളും ഉണ്ടല്ലോ അവിടുന്ന് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ അയാൾ എൻ്റെ കൂടെ അടുക്കളയിൽ തന്നെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ചെറിയ ചെറിയ പാചകങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി. കാരണം സമയം ഒരുപാടായി പോകുന്നല്ലോ. മൊത്തം ഇരുട്ടടച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്താണെങ്കിൽ മാക്രിക്കുട്ടൻ്റെ കരച്ചിലും കേൾക്കാം. പെട്ടെന്നൊരു കൗതുകം എന്ന പോലെ ഞാൻ അയാളോട് ചോദിച്ചു, ചേട്ടാ,
ചേട്ടനൊരു പ്രേമം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതെന്തായിരുന്നു സംഭവം എന്ന് അയാളോട് ചോദിക്കുന്ന സമയത്ത് അയാളൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, അതൊക്കെ അതൊക്കെ അറിയണോ? ഗിരിജിയോടൊന്നും പറയരുത്. ആ, അതൊക്കെ എൻ്റെ കോളേജ് ലൈഫിലുണ്ടായിരുന്ന ഒരു കാര്യങ്ങളാണ്. അത് ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗിരിജിയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. സീമ എനിക്കിട്ട് പണിയും തന്നേക്കരുത് എന്ന് പറഞ്ഞു. അപ്പോ അത് പറയുന്ന കേട്ട സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ആരോട് പറയാൻ ചേട്ടാ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. പിന്നെ അറിയാനൊരു കൗതുകം കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു ചോദിച്ചു എന്നൊക്കെ ഉള്ളൂ. അപ്പോ അയാളൊരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സീമയ്ക്കല്ലും കൗതുകങ്ങളും കാര്യങ്ങളും എല്ലാം കൂടുതലാണല്ലോ എന്ന് എൻ്റെ അടുത്തൊരു മറുപടി എന്ന പോലെ പറഞ്ഞു. അപ്പോ അതിന് ഞാനൊന്ന് പുഞ്ചിരിച്ചു. അത് ശരിയാണ്, ആൾ പറയുന്നത് കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ മഴയത്ത് ആൾ ആ സ്റ്റോറി പറയാൻ തുടങ്ങി. ആളും അയാളുടെ ആ ഒരു കാമുകയും അവരുടെ ആ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു അത്ഭുതം എന്ന പോലെ ഇങ്ങനെയൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രണയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു പോയി. കാരണം എനിക്ക് ഇങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല, ഞാനിങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു അനുഭവമായിരുന്നു എൻ്റെത്. അത് കേട്ട സമയത്ത് ഞാൻ അയാളോട് ചോദിച്ചു, ചേട്ടനൊരു ഭാഗ്യവാൻ തന്നെയാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് നടക്കാനൊക്കെ പറ്റിയല്ലോ. നമുക്കൊക്കെ ആണെങ്കിലും കോളേജ് ലൈഫൊക്കെ ഉണ്ടെങ്കിലും പഠിത്തവും പിന്നെ വീട്ടുകാരുടെ ആ ഒരു പരിഗണനയും പിന്നെ എന്താ പറയാ അവരുടെ ആ ഒരു സർക്കിളിൽ തന്നെയായിരുന്നു ഞാനൊക്കെ പഠിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ലൈഫോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കൊതിയാവുന്നു ചേട്ടാ, ഇങ്ങനെയുള്ള കഥകളൊക്കെ. അതൊക്കെ ഒരു അനുഭവം തന്നെ ആയിരിക്കും ഇല്ലേ എന്ന് ഞാൻ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ ഒന്ന് ലൈഫിൽ എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ടെസീമേ, അതൊരിക്കലും പിന്നൊരിക്കലും കിട്ടില്ലല്ലോ. അങ്ങനെ ആളുടെ കഥയെല്ലാം കേട്ട് ഞാൻ അടുക്കളയിൽ നിന്നും ആ സമയത്ത് ഞാൻ അയാളോട് ചോദിച്ചു, ചേട്ടന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, വെള്ളവും കാര്യങ്ങളും എന്തെങ്കിലും വേണ്ടേ? അപ്പൊ തന്നെ അയാളുടെ അടുത്ത് മറുപടി പറഞ്ഞു, ഇച്ചിരി നേരത്തെ മുമ്പല്ലേ എനിക്കൊരു ഗ്ലാസ് പാല് തന്നത്, അതുപോലെ വീണ്ടും കുടിപ്പിക്കുമോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ഞാൻ മറുപടി പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല ചേട്ടാ, ചേട്ടൻ വന്ന സമയത്ത് ആദ്യമായിട്ട് വന്നതല്ലേ, പിന്നെ എനിക്ക് ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തു തന്നു. അപ്പോ ചേട്ടൻ എന്തെങ്കിലും തിരിച്ച് ചെയ്യണം എന്നെനിക്ക് തോന്നി. അതാ ഞാൻ പറഞ്ഞ ഭക്ഷണവും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതി, ഇവിടെ എല്ലാം ആവുന്നുണ്ടല്ലോ, ജസ്റ്റ് കഴിച്ചിട്ട് പൊക്കോളൂ എന്ന് പറയുന്ന സമയത്ത് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാ പിന്നെ കിരിച്ച് എനിക്ക് പണിയുണ്ടാകും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, കിരിച്ച് ചേച്ചി അത്ര പൊസസീവാണോ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് ആളെൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, അത്യാവശ്യം പൊസസീവാണ്, പിന്നെ അത്രയൊന്നും ആവാൻ പാടില്ല. നമ്മളായി കഴിഞ്ഞാൽ കുറച്ച് ഫ്രീഡവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴല്ലേ നമുക്കൊരു എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് എല്ലാം കൂടെ അടക്കി പിടിച്ചു കഴിഞ്ഞാല് എങ്ങനെയാ അതൊക്കെ കിട്ടുക? ആ സമയം തന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പുറത്തൊന്ന് നോക്കി. ഗിരീഷ് ചേച്ചി ആ അടുക്കള വശത്ത് തന്നെ നിപ്പുണ്ട്. ചിലപ്പോ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിരിക്കും എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ആള് മഴ കാരണം പോകുന്ന ലക്ഷണമൊന്നുമില്ല. ആ സമയത്ത് തന്നെ ഞാൻ അയാളുടെ അടുത്ത് തന്നെ നിന്നു. എന്തോ ആ സമയത്ത് ആ മഴ കണ്ടങ്ങനെ നിൽക്കാൻ എനിക്കൊരു കൊതി തോന്നി. പെട്ടെന്ന് ആ ഒരു നിമിഷത്തില് ആളെൻ്റെ അടുത്ത് ചോദിച്ചു, സീമയ്ക്ക് എന്താ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പ്രണയമൊന്നും ഉണ്ടാവാഞ്ഞ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ മറുപടി പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല ചേട്ടാ, മറ്റൊന്നുമല്ല, എനിക്ക് അങ്ങനെ ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടുകാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ ഒരു സമയമായപ്പോൾ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അയാൾ പറഞ്ഞു, സീമി നീ ഒരു നല്ല പ്രായം തന്നെയാണ് മിസ് ചെയ്തത്. ആ ടൈമിലൊക്കെ പ്രണയിച്ച് നടക്കുന്ന പ്രായമല്ലേ, അതൊക്കെ ഇങ്ങനെ കളഞ്ഞു പിടിക്കണമായിരുന്നോ എന്നൊക്കെ ആളെനിക്ക് ഉപദേശം തന്നു. ശരിക്കും ആളുടെ ആ ഒരു ഉപദേശത്തിൽ ഞാൻ പെട്ടെന്ന് അതിൽ തന്നെ ഫോക്കസ് ചെയ്യായിരുന്നു. പെട്ടെന്ന് ഞാൻ അയാളുടെ മറുപടി പറഞ്ഞു, ചേട്ടൻ്റെ സംസാരം അത് നല്ല കേൾക്കാൻ നല്ല സുഖമുണ്ട്, കേട്ടിരിക്കാനും ആർക്കും ഇഷ്ടപ്പെട്ടു പോകും, അതേപോലെ ഒരു സംസാരമാണ് ചേട്ടൻ്റെ എന്ന് മറുപടി പറഞ്ഞു. ആ സമയമായിരുന്നു പതുക്കെ പതുക്കെ മഴ തോർന്നു തുടങ്ങിയത്.
തോർന്നു തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, അയ്യോ ആ മനുഷ്യൻ പോകാൻ പോവാണല്ലോ എന്നൊക്കെ. എനിക്കെന്തോ അപ്പോൾ എന്തോ വല്ലായ്മ പോലെ തോന്നി. എന്നാ സീമ, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിച്ചു കേട്ടോ, വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അയാൾ ഇറങ്ങുകയും ചെയ്തു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ്സ് ചെയ്താൽ മതി. അപ്പം സ്റ്റോറി കേട്ട എല്ലാവർക്കും നന്ദി. നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം.